ദിവസം ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്രാഫ്റ്റൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു വാൾ ഡെക്കറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്, ആർക്കും ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് 2 സർക്കിൾ പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സർക്കിളിന് വല്ല പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിക്കുന്ന പ്ലേറ്റിലാണ് കേട്ടോ അളവ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 2 എണ്ണം മുറിച്ചിട്ട് അത് 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. തടി കിട്ടാൻ വേണ്ടി കേട്ടോ ഒട്ടിക്കുന്നത്. നിങ്ങളെ കാർഡ്ബോർഡിന് തടി ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഞാൻ ചെയ്യുന്നത് വേറൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ 2.5 സെൻറ്റിമീറ്റർ അളന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഒരു നേരെ വര വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 8 നാട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. ഇങ്ങനത്തെ 8 7 പീസ് നിങ്ങൾക്ക് എടുക്കാം. അത് നിങ്ങൾ സർക്കിൾ മുറിച്ചിട്ടേ അതിനനുസരിച്ച് വെക്കും കേട്ടോ. അപ്പം ഇത് കാണുമ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ പശയൊക്കെ ഒട്ടിച്ച് അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ വരുന്ന പോർഷനൊക്കെ ഇപ്പോൾ കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുക്കാം. അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിൽ ഗ്ലൂ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഫെവിക്കോളാട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ടിഷ്യൂ പേപ്പർ വേണം. അതായത് ഞാനിപ്പോൾ എടുത്തിട്ട് നമുക്കൊന്ന് 5 6 ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുള്ളൂ. ഇനി ആ ഓരോരോ ടിഷ്യൂ പേപ്പറും ഓരോന്ന് വീതം ഈ കാർഡ്ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഫെവിക്കോളിൻ്റെ വെള്ളം നമ്മൾ അങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഇടവരുന്ന ഭാഗത്തും ടിഷ്യൂ വെക്കാം. അത് നമ്മൾ ഇപ്പം സ്കെയിൽ വെച്ചിട്ടൊക്കെ അതൊന്ന് റെഡിയാക്കിയാൽ ആവും. അപ്പോൾ കാർഡ്ബോർഡ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാൻ സ്കെയിലോട് കൊടുക്കും. ഇതൊക്കെ ഉണ്ടാവും. ഇതെങ്ങനെ സ്കെയിലോട് ഇങ്ങനെ ആക്കിയാൽ മതി. അത് സിമ്പിളാണ്, കീറിപ്പോണ്ട് നോക്കണമെന്നേയുള്ളൂ. എൻ്റെ അങ്ങനെ കുറേ കീറി ഞാൻ അതിൻ്റെ മുകളിൽ ടിഷ്യൂ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് ചെയ്യുക. ഇനി ബാക്കി വരുന്ന ഭാഗം ഞാൻ കാർഡ്ബോർഡിൻ്റെ ബാക്ക് വശത്തേക്കായിട്ട് ഇങ്ങനത്തെ വീഡിയോയിൽ കാണുന്ന പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് നല്ലോണം ഉണങ്ങാൻ വെക്കണം. ഞാൻ വെയിലത്താട്ടോ ഉണങ്ങാൻ വെച്ചിട്ട് എനിക്കൊന്ന് ഒരു ഉച്ച സമയത്താട്ടോ ആക്കുന്നത്. അപ്പോൾ നല്ലോണം വെയിലത്ത് വെച്ചിട്ട് ഞാൻ റോഡ് സൈഡിലെ മതിലിൻ്റെ മുകളിലാട്ടോ വെച്ചിട്ട് അവിടെ കുറച്ച് പൊടിയൊക്കെ ആയിട്ടുണ്ട്. അതൊന്നും വലിയ സീനില്ല. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ബ്രൗൺ കളർ പെയിൻ്റ് ആട്ടോ അടിച്ചിട്ടുള്ളത്. പിന്നെ ഗോൾഡ് കളർ പെയിൻറ്റും ഞാൻ ഇതേ കണക്കാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ 9 സെൻറ്റിമീറ്ററും എനിക്ക് തോന്നുന്നു 5 6 7 സെൻറ്റിമീറ്റർ ഒരു റെക്റ്റാങ്കിൾ ഞാൻ വരച്ചിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ടോട്ടൽ 6 റെക്റ്റാങ്കിളാട്ടോ ഞാൻ മുറിച്ചിട്ടുള്ളത്. അപ്പോൾ 6 എണ്ണം മുറിച്ചെന്ന് വെച്ചാൽ 3 എണ്ണം വീതം ഒട്ടിച്ചെടുക്കാം. അങ്ങനെ അപ്പോൾ 2 റെക്റ്റാങ്കിൾ കിട്ടും. അത് നിങ്ങൾക്ക് ഏത് സൈസ് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പം ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലോണം തടി കിട്ടാൻ വേണ്ടി കേട്ടോ ഞാനിങ്ങനെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് 3 വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ കണക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് രണ്ടിലും പെയിൻറ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഈ പെയിൻറ്റ് അടിച്ചെടുക്കുന്ന സമയത്താട്ടോ നമുക്ക് 12K സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. നിങ്ങളൊക്കെ വിചാരിച്ചുകൊണ്ടാട്ടോ ഇങ്ങനെ കേട്ടത്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം വെരി താങ്ക് യു ഓൾ ഗൈസ്. അപ്പോൾ നമ്മളിത് 2 എണ്ണം വെച്ച് പെയിൻറ്റൊക്കെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഇതുള്ളിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 പേപ്പർ ഗ്ലാസ് എടുക്കുക. എന്നിട്ട് അതിൽ പെയിൻറ്റ് അടിച്ചിട്ടുണ്ട്. ഞാൻ കട്ടിപ്പച്ച പെയിൻ്റ് ആട്ടോ അടിച്ചിട്ടുള്ളത്. ഇത് 2 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ്. ഇനി ആ ഒരു 2 തട്ടിലും ഇത് വെച്ചാൽ സാധനം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് വാളിലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടാണ് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കും. ബൈ ഗായ്സ്.